ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ വരുണിനെയും രാധികയും പിരിക്കാനായി ഏതറ്റം വരെയും പോകാൻ തയ്യാറായി നിൽക്കുകയാണ് പത്മിനിയും കൽപ്പനയും ഉർവശിയും. അതിൻ്റെയൊക്കെ ആദ്യപടിയെന്നോണം വരുൺ എന്ത് ചെയ്യാൻ പറഞ്ഞാലും വരുണിന് എതിരായി ശബ്ദമുയർത്തി തന്നെ സംസാരിക്കണമെന്ന് പത്മിനി രാധികയോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പുറത്തേക്ക് പോകാനായി തൻ്റെ ഷർട്ട് തേക്കാൻ വരുന്ന വരുണിനെയാണ്. ഞാൻ തേച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക വരുമ്പോൾ എൻ്റെ മുമ്പിൽ അധികാരം സ്ഥാപിച്ചെടുക്കാനൊന്നും നോക്കണ്ടെന്നും, എനിക്കൊരു നല്ല കാര്യത്തിനാണ് പോകാനുള്ളത്, അതുകൊണ്ട് തന്നെ ശകുനം മുടക്കി എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കരുതെന്നും വരുൺ പ്രിയങ്കയോട് പറയുന്നു. ഇതെല്ലാം കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് പ്രിയങ്ക. തുടർന്ന് ആ ഷർട്ടുമായിട്ട് രാധികയുടെ അടുത്തേക്ക് വരികയാണ് വരുൺ. ഇതിനെല്ലാം സാക്ഷിയായിട്ട് അവിടെ കൽപ്പന നിൽപ്പുണ്ടായിരുന്നു. തുടർന്ന് വരുൺ തൻ്റെ ഷർട്ട് കൊണ്ടുവന്ന് രാധികയെ ഏൽപ്പിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതൊന്ന് തേച്ചു തരണമെന്നും അത്യാവശ്യമായിട്ട് ഒരു ചടങ്ങിന് പോകാനുണ്ടെന്നും വരുൺ പറയുന്നു. തുടർന്ന് രാധിക തേക്കാനായി പോകുമ്പോൾ രാധികയുടെ പിന്നാലെ തന്നെ പോവുകയാണ് കൽപ്പന. ആ ചൂടൽപ്പം കൂട്ടിയിട്ടങ്ങ് തേച്ചേക്കാൻ കൽപ്പന പറയുന്നു. ഇതിൽ കൂടുതൽ ചൂടാക്കിയാൽ കരിഞ്ഞു പോകുമെന്ന് രാധിക പറയുന്നു. എടി, അതാ ഞാൻ നിന്നോട് പറഞ്ഞത്, ആ ഷർട്ടങ്ങ് കരിച്ചേക്കാൻ. ഇത് കേൾക്കുന്ന രാധിക ഞെട്ടലോടെ നിന്നുകൊണ്ട് എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ലെന്ന് പറയുമ്പോൾ രാധികയുടെ കയ്യിൽ നിന്നും അയൺ ബോക്സ് വാങ്ങിക്കൊണ്ട് വരുണിൻ്റെ ഷർട്ട് തേപ്പുപെട്ടി ഉപയോഗിച്ച് കരിക്കുകയാണ് കൽപ്പന. തുടർന്ന് വരുൺ ഷർട്ടിനായി വരുമ്പോഴേക്കും ആ ഷർട്ട് പ്രിയങ്കയായിരുന്നു വരുണെടുത്ത് നൽകിയത്. ഷർട്ടിലെ ഊട്ട കണ്ടുകൊണ്ട് വരുൺ പറയുകയാണ്, പ്രിയങ്ക, താനിതൊക്കെ മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്തതല്ലേ? വരുൺ, ഞാനതിനിത് തൊട്ടിട്ട് പോലുമില്ലെന്ന് പ്രിയങ്ക പറയുന്നു. അതേസമയം ശബ്ദം കേട്ടുകൊണ്ട് എല്ലാവരും ഹാളിലേക്ക് വരികയാണ്. ഷർട്ട് തേച്ചത് ഞാനാണെന്നും ഞാനത് മനഃപൂർവ്വം കരിയിച്ചതാണെന്നും ഇനിമേലിൽ ഇത്തരം ജോലികൾ കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുതെന്നും ദേഷ്യത്തോടെ പറയുകയാണ് രാധിക. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മുത്തശ്ശിയും വരുണും. എന്തൊക്കെയോ പുകച്ചിലുകൾ നമ്മുടെ കുടുംബത്തിനുണ്ടെന്നും അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ അത് ആളിക്കത്തി വലിയൊരു തീകുളമായി തന്നെ മാറുമെന്നും മുത്തശ്ശി പത്മിനിയെ നോക്കിക്കൊണ്ട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പുറത്തു പോകുന്ന വരുൺ രാധികയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ്. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോൾ നിനക്കെന്താ ഇത്രയ്ക്ക് മടിയെന്നും നീ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും ഒക്കെ തന്നെ വരുൺ ചോദിക്കുമ്പോൾ, പ്രിയങ്കയുണ്ടല്ലോ ഇവിടെ, പ്രിയങ്കയോട് വേണം അതൊക്കെ പറയാൻ, പ്രിയങ്കയാണ് വരുണിൻ്റെ ഭാര്യയെന്ന് രാധിക പറയുമ്പോൾ അതിന് ഞാൻ താലി കെട്ടിയ പെണ്ണ് നീയല്ലേ എന്ന് വരുൺ ചോദിക്കുന്നു. പഴയതെല്ലാം ഞാൻ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും അതെന്നെ ഓർമ്മപ്പെടുത്തരുതെന്ന് വിഷമത്തോടെ പറയുകയാണ് രാധിക. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.